അടുത്തതായിട്ട് വേദിയിലേക്ക് എത്താൻ പോകുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. പലപ്പോഴും സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇവിടെ വേദിയിൽ എത്തുന്നത് കൂടുതലും പുതുമുഖങ്ങളാണ്. ഇത് പക്ഷെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു മുഖമാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ശ്രീ രാജേഷ് പാണാവള്ളി. പറഞ്ഞ പോലെയൊക്കെ ഞാൻ ഇച്ചിരി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. വളരെ സുപരിചിതമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടി പറഞ്ഞല്ലോ, ഉള്ള കാര്യം പറഞ്ഞാലേ ആണോ? പിന്നെ ആണോന്ന് അല്ലേ? ഇതൊന്നും പോരാഞ്ഞിട്ട്, മിനി സ്ക്രീനിലെ തിരക്ക് പോരാഞ്ഞിട്ട്, സ്റ്റേജും പോരാഞ്ഞിട്ട് ഓടി നടന്ന് സിനിമയിലൊക്കെ അഭിനയിക്കുകയാണെന്നൊക്കെ അറിഞ്ഞു. സിനിമ ലാലേട്ടന്റെ കൂടെ മുന്തിരിവള്ളികളിൽ അഭിനയിച്ചു. നമുക്കവിടെ പുതിയ നിയമം, ഭാസ്കർ റാസ്കള്, പിന്നെ ഫുക്രി, ഇപ്പോ കുഞ്ചാക്കോ ബോബന്റെ മംഗല്യം തന്തുനാനേന സിനിമയിൽ അഭിനയിച്ചു. പിന്നെ ഷിബു എന്ന് പറഞ്ഞൊരു പടം പാലക്കാട് ചെയ്തിട്ടുണ്ട്. ഷിബു പടത്തിന്റെ പേരാണ്. താങ്കളാണോ സെൻട്രൽ? ഞാനല്ലേ ഷിബു, വേറെയാണ് ഷിബു. പിന്നെ ഹോളി വെഡിങ് ഇപ്പൊ ജോയിൻ ചെയ്യാൻ പോണ പടം ഹോളി വെഡിങ് എന്ന് പറഞ്ഞ സിനിമയാണ്. അങ്ങനെ പോകുന്നു. സന്തോഷം തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ കൂടുതലും ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളത് തനി സ്വഭാവത്തിൽ കാണാൻ പോവുകയാണ്. അപ്പൊ എന്താ ഇന്നത്തെ പെർഫോമൻസ്? ഞാൻ ആദ്യം നമ്മളെ നടൻ സിദ്ദിഖ്, അദ്ദേഹത്തിന്റെ 2 ശബ്ദങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാവണ പ്രഭുവിലെ എസ്ഐയും അതുപോലെ തന്നെ ദൃശ്യത്തിലെ ക്ലൈമാക്സ് രംഗവും. കാർത്തികേയൻ അല്ലേ? കേട്ടിട്ടുണ്ട് ഒരുപാട്. എന്റെ ഗുഡ്ബി എന്നോട് പറഞ്ഞിരുന്നു, ഒക്കെ വയസ്സറിച്ച കാലം മുതല് തന്നോട് ഒടുക്കത്തെ പ്രണയമായിരുന്നെന്ന്. പിന്നെന്തേ വിട്ടുകളഞ്ഞേ? ഇന്നലെ തമ്മി കണ്ടപ്പോ എന്തൊക്കെ വെച്ച് കീച്ചുന്നുണ്ടായിരുന്നല്ലോ. ചെത്തുവെന്നോ മാന്തുവെന്നോ? അപ്പൊ നീ വിചാരിച്ചില്ലല്ലേ ആമ്പിള്ളേരെ കൈക്കൊന്ന് വീഴുന്ന്? എന്താടാ പേടിച്ചു പോയി നീ? ചെല്ലേ. താങ്ക് യു. താങ്ക് യു. ഇനി ദൃശ്യത്തിലെ അദ്ദേഹത്തിന്റെ ശബ്ദ വ്യത്യാസം. ദൃശ്യ സിനിമയിലെ അധികാരത്തിന്റെ കെറുവോ തിളക്കമൊന്നും ഇല്ലാതെ വരുണിന്റെ അമ്മയായിട്ടാണ് ഗീത ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നാളെ അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താണ് സംഭവിച്ചതെന്നറിയാനുള്ള ഒരു ആകാംക്ഷ. വീട്ടിൽ വരുന്ന ഓരോ ഫോൺ കോളും കോണിംഗ് ബെല്ലിന്റെ ശബ്ദമൊക്കെ വരുണിന്റെ ശബ്ദമായിട്ടാണ് ഞങ്ങളുടെ കാതുകളിൽ വന്ന് പതിക്കുന്നത്. അതിന്റെ നിരാശയും പ്രതീക്ഷയൊക്കെ താങ്ങാനാവാത്തതുകൊണ്ട് ചോദിച്ചു പോവുക. ഞങ്ങൾ ഇനിയും അവന് വേണ്ടി കാത്തിരിക്കണോ? മനസ്സിലാകും. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമായി കാണില്ല. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. വരട്ടെ. താങ്ക് യു. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അച്ചുമാമ. അച്ചുമാമ ഒരു ഗാനവുമായിട്ട് എത്തിയാൽ എങ്ങനെയുണ്ടെന്നോ? അച്ചുമാമ മനോഹരമായ ഒരു ഗാനവുമായി എത്തുകയാണ്. ഞാൻ പാടാൻ പോണ ഗാനം മലയാളത്തിന്റെ യൂത്ത് ഐക്കോൺ പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച അനന്തഭദ്രം എന്ന സിനിമയിലെ സോങ് ആണ് സിംഗാൻ പോകുന്നത്. കേട്ടോളൂ. മലമല്ലൂയ മലമല്ലൂയ. യേശുദാസ് വന്ദനെ പള്ളു പറഞ്ഞേ മലമല്ലൂയ. MG ശ്രീകുമാറും പിന്നെ പള്ളു പറഞ്ഞേ മലമല്ലൂയ ലെല്ലൂയ ലെല്ലൂയ. വയ്യ 96 കഴിഞ്ഞു. താങ്ക് യു. ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ അഭിനയിക്കുകയും വില്ലൻ വേഷങ്ങൾ ചെയ്യും. സംവിധായകനും നിർമ്മാതാവും ഒക്കെ ആയ ജോയി മാത്യു സാറിന്റെ ആമേൻ എന്ന ചിത്രത്തിലെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആമേനിലെ കുമരങ്കിരി പള്ളിക്കാരി ഫാദർ ഉറ്റപ്ലാക്കൻ. കുമരങ്കിരി പള്ളിയിൽ സ്വർണം കൊണ്ട് കൊടിമരം വേണോ, ജോഷാമയും ജോൺസണും തമ്മിലുള്ള കല്യാണം നടത്തണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഫാദർ വിൻസെന്റ് വട്ടോളിയല്ല. കപ്പിയാരോട് മണിയടിക്കാൻ പറഞ്ഞാൽ മണിയടിച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായത് എനിക്ക്. ചെല്ലേ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശബ്ദമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അല്ല, നമ്മൾ പഴയകാല എന്താ പറയുക, ഭാവാഭിനയ ചക്രവർത്തി എന്ന് പറഞ്ഞ മധുസാറ്, അദ്ദേഹത്തിൻ്റെ ശബ്ദവും ശരിക്കും ജോയി സാറിൻ്റെ ശബ്ദമായിട്ടൊക്കെ ചെറിയ സാമ്യമുണ്ട്. നമ്മൾ അനുകരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെ ആയിപ്പോവാറുണ്ട്. അപ്പം നരൻ എന്ന സിനിമയിലെ മധുസാറിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കണം. വേലായുധ, ആളുകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു കത്തി കൊണ്ട് തൻ്റെ കയ്യിലെന്ന് കേട്ടു. എനിക്കതൊന്ന് കാണാൻ പറ്റുമോ? ഇതാണോ അത്? ഇത് അടക്കായി ഇരണ്ടാൻ കൊള്ളാം. ആദ്യം കുന്നുമ്മേ ശാന്തര വീട്ടിലെ കിടപ്പൊന്ന് അവസാനിപ്പിക്കുക. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. എല്ലാവരും നീ തല്ലി തോപ്പിക്കുകയാണല്ലോ, എന്നെ ഒന്ന് തല്ലി തോപ്പിക്കടാ വേലായുധ.
പിന്നെ അതുപോലെ തന്നെ നമ്മള് മലയാള സിനിമയിൽ എല്ലാവരും തന്നെ പാട്ടുകാരാണ്. അപ്പോൾ ഇന്നസെന്റ്, നമ്മുടെ MP കൂടിയായ ഇന്നസെന്റ് ഒരു ഗാനവുമായി എത്തുകയാണ്. ശ്രീ ഇന്നസെന്റ്. എനിക്കിഷ്ടായി ഇഷ്ടായി ഇഷ്ടായി. ഈ കൈക്ക് വയ്യാത്തിരിക്കണം പയ്യൻ എന്തെങ്കിലും മനപ്രയാസം ഉണ്ടോ? എന്നോട് പറയൂ. ഇങ്ങിട്ട് ഗുജാര ഗുജാര, ഇങ്ങിട്ട് ഗുജാര. അച്ചുമാമ മാത്രല്ല പാട്ട് പാടണേ, ഞാനും പാടും നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ. എന്റെ പാട്ട് കൈയടിക്കോ? എന്താ പാടാം. കുണുക്ക് പെൺമണിയേ ഞുണുക്ക് വിദ്യകളാൽ മാടപ്രാപിറ പോലെ കുണുക്കിലാക്കണം. തുടുത്ത പുങ്കവിളിൽ അയ്യേ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. താങ്ക് യു. അടിപൊളി രാജേട്ടാ. മിസ്റ്റർ ബട്ട്ലറിലെ പാട്ടല്ലേ? സൂപ്പർ. ഒരു രക്ഷയിലായിരുന്നു. മലയാള സിനിമയിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് നമ്മുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന അനശ്വരനായ ഒരു താരമാണ് മുരളി. മുരളി സാറിന്റെ അമരം, ലാൽസലം എന്ന ചിത്രങ്ങളിലേക്ക് ശബ്ദങ്ങൾ ഞാൻ അനുകരിക്കാറുണ്ടായിരുന്നു. അപ്പൊ മുരളി സാറിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം. പിള്ളേരിക്കടെ മനസ്സിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ നമ്മക്കങ്ങാട്ട് നടത്തി കൊടുക്കാന്ന്. നിന്റെ വാക്കെന്നാ 4 കൈ 4 കാലുകൊണ്ട ആകാശത്തുനിന്ന് പൊട്ടി വീണ പെണ്ണ് തുള്ളിക്കളിച്ചിട്ട് എന്റെ വീടിന്റെ മുറ്റത്താട്ട് വന്നാ മോത്തി ആ മുറ്റാടുക്കണ ചൂലെടുത്തടിക്കും. പാമ്പിനാണല്ലോ ഞാൻ പാല് കൊടുത്തത്. ഈ ഭാരതി നീ വീട്ടിൽ പോവാൻ ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടെന്ന് സമ്മതിക്കാണെന്ന് വെച്ചാ വരട്ടോ. താങ്ക് യു. ഗംഭീരായി. അപ്പൊ ചേട്ടാ ഒരു ഗംഭീര ട്രീറ്റ് ആണ് ഇന്ന് തന്നത്. അപ്പോൾ കയ്യിൽ സ്റ്റോക്ക് തീർന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. റിഫ്രഷ് ചെയ്ത പുതിയ ഐറ്റംസുമായിട്ട് അപ്പോൾ ഇനി വീണ്ടും വരിക ഈ വഴി ആനകളെയും തെളിച്ചുകൊണ്ട്. ഓക്കെ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.